വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഒരു ഗിവ് അവേ ഉണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കണ്ടോ. കൂട്ടത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൂടെ ചെയ്തോ. മൈ ലൈഫിലെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാൻ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ കുറച്ച് കഷായവും കുറച്ച് ഗുളികയും എനർജി വരാനായിട്ട് കുറച്ച് പൊടിയും എല്ലാം കൂടെ തന്നിട്ടുണ്ട്. ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുവേ. അച്ഛനും വിഷമമുണ്ടെന്ന് തോന്നുന്നു. കരണ്ട് അച്ചായ നമുക്ക് കുളിപ്പിക്കാം അച്ഛനെ കേട്ടോ. പണ്ട് എന്തിനാ അച്ചായ കറണ്ട് അടിപ്പിക്കുന്നത്? അത് പ്രാന്തമുള്ളത്. ഡോക്ടർ അച്ചായനുമായിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തു. അച്ചായൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള സ്നേഹമാണ്. മൈ ലൈഫ് മെഡിസിറ്റി, ദ മോസ്റ്റ് വാണ്ടഡ് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. അച്ചായ, നമ്മൾ എന്തിനാ ഇവിടെ വന്നേക്കുന്നത്? നമ്മളൊരു 3-4 ദിവസം ഒന്ന് സുഖിക്കാൻ വന്നതാ. ആണല്ലേ? വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളൊക്കെ വീഡിയോയിലുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമുണ്ട് കേട്ടോ. മൈ ലൈഫ് മെഡിസിറ്റിയുടെ കാഴ്ചയിലേക്ക് പോകാം. അറിയണ്ടായോ? മലപ്പുറം. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. ഇതെടുക്കാൻ പോയത് എന്താന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. ഡോക്ടറെ കാണാൻ കയറുവാണോ? ഓ, ഡോക്ടർ ഇപ്പൊ അപ്രൂവൽ ചെയ്യാൻ തകർക്കാൻ പോവാം. ഡോക്ടർ ഒക്കെ പറഞ്ഞ അച്ഛൻ ഉഷാറാണ് കേട്ടോ. എന്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. പെർമിഷൻ കിട്ടിയിട്ട് അർവാദിക്കാൻ പോകണല്ലോ. എല്ലാ പരിപാടിയും തുടക്കം കുറിക്കുന്നതിന് മുമ്പ് നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാവേ. 20 ഐറ്റത്തിൻ്റെ മുകളിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ. ബ്രേക്ക്ഫാസ്റ്റ് മിൽക്ക് ഷേക്ക് ഒക്കെ പെടുന്നുണ്ട്. സാൻഡ്വിച്ച് ഉൾപ്പെടെ, ഡ്രൈ ഫ്രൂട്ട് ഉൾപ്പെടെ, ഫ്രൂട്ട് ഉൾപ്പെടെ, ബ്രെഡ് ഉൾപ്പെടെ. ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഒരു പിടുത്തവുമില്ല ചക്കരെ. ഡോക്ടറിനെയൊക്കെ കണ്ടു. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് ബാക്കി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക അല്ലേ ചായ? ഇവിടെ ചൂട് പ്ലേറ്റ് ഉണ്ട്. ഉച്ചി എടുക്കുന്നേ ബട്ടൂര ടൈപ്പ് സാധനമാണ്. ഗ്രീൻ പീസ് കറിയാണ്. ഉപ്പുമാവാ കേട്ടോ. ഇതൊരു അറബിക്ക് കറിയാണ്. ഓ, അച്ഛൻ അറബിക്കറിയൊക്കെ കോരി ഇടുവാണല്ലോ. സ്മൈലി പൊട്ടറ്റോ, കിഴങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ എടുക്കുന്നു. കഴിച്ച് തുടങ്ങിക്കോളൂ. സാൻഡ്വിച്ച് കൂടെ എടുത്തു. ഞാനിത് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാധനം. ഹെൽത്തി ഫുഡിൻ്റെ ഭാഗമായിട്ട് ഓവർ മസാലയില്ല, ഓവർ സ്പൈസി അല്ല. ഓൾമോസ്റ്റ് ഫുഡുകളെല്ലാം എടുത്ത് കഴിച്ചു. ഇതിൽ പറയേണ്ട കാര്യം എന്താണെന്നറിയാമോ? വെൽ ഓർഗനൈസിങ് ആണ്. ഇത്രയും പേർക്ക് ബുഫേ സെറ്റപ്പിൽ ഫുഡ് കൊടുക്കാമെന്ന് പറയുന്നത്. എല്ലാവരും ഭയങ്കര സാറ്റിസ്ഫൈഡുമാണ്. ഹെൽത്തി ഫുഡുമാണ്. അതാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. ജയോ, ആദ്യത്തെ പരിപാടിയിലേക്ക് കടക്കാൻ പോവാ കേട്ടോ. എന്താണ്? മണ്ണി പരട്ടി അങ്ങോട്ട് കുളിപ്പിക്കാൻ പോവാ അച്ഛനെ. അച്ഛന് ചെളിയിൽ ഇറങ്ങാൻ മടിയല്ലേ. അങ്ങോട്ട് ചെളി പുതപ്പിച്ചെടുക്കുന്ന കണ്ടോണേ. ഓക്കെ, ഇതെന്തിനാ ചെയ്യുന്നതെന്നറിയാമോ? മസിൽ റീഫ്രഷ് ചെയ്യാനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെയാണ് അച്ഛായ ചെയ്യുന്നത്. ബോഡി നല്ലതായിട്ട് തണുക്കും കേട്ടോ. മഡ് ചെളി തേച്ച് തുടങ്ങിയിട്ടുണ്ട്. അച്ഛായൻ്റെ പൊന്നാരി ശരീരത്താണ് ഇത് പെട്ടുന്നതെന്നുള്ളതാണ്. ഈ ചൂടത്ത് ബെസ്റ്റ് പരിപാടിയല്ലേ അച്ഛായ? ഈ പരിപാടി തൊട്ട് ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ പോകുന്ന എല്ലാ പരിപാടികളും നമ്മുടെ ഈ പാക്കേജിൽ വരുന്നതാണ്. നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട് അച്ഛായ? രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ റെസ്റ്റോറൻറ്റിൽ, പിന്നെ ഇപ്പം വേണ്ട മഡ് തേക്കുന്ന ആൾക്കാരെ എങ്ങനെയുണ്ട് ഇവരൊക്കെ? പിള്ളേരല്ലേ അവരല്ലേ, നമുക്ക് വേറെ ആടെ ആവശ്യം വരുന്നില്ല.
നിന്റെ ആവശ്യമേ ഇല്ല. ഞാൻ പൊക്കോളാനോ? പോയാന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് കൊള്ളാം. ഞാനിവിടെ വരെ കൂടെ വന്നിട്ട് എൻ്റെ ആവശ്യമില്ലത്. ഇത് അച്ഛൻ പറഞ്ഞത് ഞാൻ പൊക്കോളാനല്ല, ഇവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് വന്നാൽ മതി, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ മൈ ലൈഫ് മെഡിസിറ്റിയിലെ സഹോദരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അതാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. പക്ഷേ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞ അവസ്ഥയായ കേട്ടോ, ഞാൻ മിണ്ടത്തില്ലേ. വേറൊരു കാര്യം കൂടെ ഉണ്ട്, കേരളത്തിൽ എവിടെ വന്നും പിക്ക് ചെയ്യും. നമ്മുടെ വീട്ടിൽ വരുമല്ലേ? പിക്ക് ചെയ്ത് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് തിരിച്ചുകൊണ്ട് ഡ്രോപ്പും ചെയ്യും. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്ന ആടെ കൂടെ ആരും വേണ്ട, ഇവരുണ്ടാവും അവരുടെ ഒപ്പം. നമ്മൾ വന്നേക്കുന്ന പാക്കേജിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാം 20 മിനിറ്റാണ് ചെയ്യുന്നത്. 20 മിനിറ്റിൽ അച്ഛനെ ഇനി മണ്ണിൽ പുരട്ടി വെച്ചേക്കുവാണ്. അച്ഛന് വിഷമമുണ്ടെന്ന് തോന്നുന്നു. കരണ്ട അച്ഛാ, നമുക്ക് കുളിപ്പിക്കാം അച്ഛനെ കേട്ടോ. എന്തൊക്കെയുണ്ടെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോ. അച്ഛൻ എന്തിനാ വന്നേക്കുന്നത്? ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു സുഖവാസത്തിന് വന്നതാ. നമ്മളൊരു 3-4 ദിവസം ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും പാക്കേജ് എടുത്ത് വരാം. ഇവര് നിങ്ങളുടെ കൂടെ ഉണ്ടാവും കേട്ടോ അല്ലേ. അച്ഛൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ പറ വരാൻ. അച്ഛാ കുളിക്കണ്ടായോ? അതോ ഇത് നീ ഉടുപ്പിടാതെ നടക്കാനുള്ള പ്ലാനാണോ? എന്നാ പോയി കുളിക്ക് കേട്ടോ. ഞാൻ വന്ന് കുളിക്കുന്നത് ഇനി ഷൂട്ട് ചെയ്യണോ? ചായനെ ഒഴിച്ചില് ചെയ്യാനുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത്. ഉടുപ്പൊക്കെ ഊര റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അച്ഛന് വേണ്ടി പാത്തിയും റെഡി ആയിട്ടുണ്ട്. പേരെന്താ? ഷബീല്. തിരുമാൻ പോകുന്ന ആളാണോ? ജിതിൻ. വേണ്ട, നിങ്ങൾക്ക് വിട്ടു തരുന്ന അച്ഛനെ. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ആദ്യത്തെ പരിപാടി ഹെഡ് മസാജ് ആണ്. എണ്ണ പുരട്ടി മസാജിങ് ചെയ്തു തുടങ്ങിയേ. ഇത് എത്ര നേരം ചെയ്യും? ഞാൻ 10 മിനിറ്റ്. ഉറങ്ങുവാണോ? സുഖം പറ്റിയിരിക്കുക. കഴിഞ്ഞല്ലേ? അച്ചായനെ പാത്തിയിൽ കയറ്റി തിരുമ്മല് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അച്ചായോ എങ്ങനെയുണ്ട്? നല്ല സുഖം. ഈർച്ചയോ ബുദ്ധിമുട്ടോ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഹാപ്പിയാ? അച്ഛൻ്റെ വലതുകാലിനൊരു പെരുപ്പൊക്കെ ഉണ്ട്. കാലാണ് ഇപ്പൊ തിരുമുന്നത്. കമത്തി കിടത്തി തിരുമ്മി തുടങ്ങിയിട്ടുണ്ട്. ഉറങ്ങും കേട്ടോ. തുറന്നു അമന്ന് കിടന്ന് ഉറങ്ങുന്ന. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? കാലിന്റെ മുട്ട് വേദന ഉണ്ടോ? ഇല്ലല്ലോ. അച്ഛൻ ഇപ്പൊ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഇല്ലേ, ഇതിന്റെ പേരെന്താന്നറിയാവോ? തിരുമ്മല് കഴിഞ്ഞു, കിഴി കുത്താനായിട്ട് പോവാണ്. അതിന് കിഴി അടുപ്പേ കയറ്റിയിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ കൂടിയ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട് അച്ഛാ? അവരൊട്ടപ്പം തന്നെ എനിക്കൊരു സമാധാനമായി. കൈപ്പുണ്യമുള്ള ആൾക്കാരാണ്. അതെ അതെ. കിഴി കുത്തി തുടങ്ങിയിട്ടുണ്ട്. കിഴിക്ക് ഉപയോഗിക്കുന്നത് ധാനേന്ദ്ര തൈലവും മുറുവെണ്ണയുമാണ്. ഈ കിഴിക്കകത്ത് വരുന്നത് കോല കുലുത്താതി എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ ആണ് ഇതിനകത്ത് വരുന്നത്. ദുർത്തന ചൂർണം എന്നും അങ്ങനെയും കൂടെ പറയും ഇതിന്. ഞാനിപ്പോ പറഞ്ഞ വാക്കുകളൊക്കെ അച്ഛൻ ഈ വീഡിയോ കാണുമ്പോഴില്ലേ, അച്ഛൻ്റെ വയറ് കണ്ട് അച്ഛൻ തന്നെ കിട്ടും. ഇരുത്തി കിഴി കുത്തി തുടങ്ങിയിട്ടുണ്ട്. അച്ചായോ എന്താ? ശിരോധാരക്ക് റെഡിയായി കിടക്കുക ആണോ? ശിരോധാരയുടെ പ്രൊസീജിയർ തുടങ്ങി. ക്ഷീരബല എന്ന് പറഞ്ഞ ഒരു തൈലമാണ് ഒഴിക്കുന്നത്. അത് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. എണ്ണ ഒഴിക്കുന്നേ.
ശിരോധാര ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നു. ശിരോധാര ചെയ്യുവാണേ. എണ്ണ ഒഴിച്ച് തുടങ്ങി. ഇത് ചെയ്യുന്നത് ഉറക്കക്കുറവുള്ളതുകൊണ്ടാണ്. ഹൈപ്പർ ടെൻഷൻ മാറും, ഫുള്ള് റിലീഫായി കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ശിരോധാര ചെയ്യുന്നത്. തലയ്ക്കൊരു തണുപ്പൊക്കെ കിട്ടുന്നുണ്ടോ? ചൂടുണ്ടോ ജയ? എന്നാലും ചെറിയ ചൂടില്ലേ? എന്നിട്ട് നോ ഇല്ലാതെ പറഞ്ഞു. വീണ തൈലം എടുത്ത് വീണ്ടും ചൂടാക്കാനായിട്ട് പോവാണ്. ചൂടാക്കിയ തൈലം വീണ്ടും ഒഴിച്ചു. ധാര കഴിഞ്ഞേ. ജയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കൂ. ഉറക്കമായിരുന്നു. കഴിഞ്ഞു കേട്ടോ. തുടയ്ക്കുന്നു. എങ്ങനെയുണ്ട്? അടിപൊളി. ചായ കിഴിയൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാൻ കയറി. ഞാനപ്പോൾ സ്റ്റീം ബാത്ത് ചെയ്യാനായിട്ട് പോവാണ്. ഉഴുങ്ങി എടുക്കുക. ഒഴുകിയിട്ട് വരട്ടെ കേട്ടോ. അതെ, ഇവർ പറയുന്ന കപ്പാസിറ്റിക്ക് അനുസരിച്ച് പുഴുങ്ങിയെടുക്കുമെന്നാണ് പറയുന്നത്. എനിക്ക് ഭയങ്കര കപ്പാസിറ്റി അല്ലേ, അതുകൊണ്ട് എത്ര നേരം എടുക്കുമെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ വരാവേ. ഓക്കെ. നല്ല സുഖം. വാ, നിങ്ങൾക്ക് സുഖം വേണമെങ്കിൽ ഇങ്ങോട്ട് പോര് കേട്ടോ. ഇനി മുഖം കൂടാൻ പോവാണ്. എന്നെ പുഴുകി ഗൈസ്, എന്നെ പുഴുകി. ആരും അലിഞ്ഞു. പണിയെടുത്ത് ഗൈസ്, പണിയെടുത്ത്. ഇനി ഞാൻ കുളിക്കട്ടെ. യെസ്, അങ്ങനെ ഞാൻ പുഴുങ്ങി പോയിട്ട് കുളിച്ചു. അച്ഛൻ കുളിച്ചോണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇറങ്ങി വന്നിട്ട് കാണാം. വിളിച്ച് സെന്തരനായൊക്കെ വന്നല്ലോ. എങ്ങനെയുണ്ട്? നല്ല എനർജിയാണ്. അടുത്ത പരിപാടിക്ക് പോവാം കയ്യോടെ. പോകാം. ഇനിയിപ്പം ലഞ്ച് ടൈമാണ്. ഫ്രൂട്ട്സ് കട്ട് വെച്ചിട്ടുണ്ട്, ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ട്, ചോക്ലേറ്റ് മഫി ഉണ്ട്, മാങ്കയുടെ പുഡിംഗ് ഉണ്ട്, സലാഡ്. 30 ഐറ്റങ്ങൾ കൂടുന്ന ലഞ്ചാണ്. തിരുമോ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഞാൻ മീൻ വറുത്തതും കുറച്ച് വൈറ്റ് റൈസും കുറച്ച് പരിപ്പ് കറി എടുത്തിട്ടുണ്ട്. അച്ഛൻ ചിക്കൻ ചില്ലി റൈസും ഫിഷ് ഫ്രൈയും എടുത്ത് കഴിക്കട്ടെ. നല്ല ഫിഷ് വറുത്തല്ലേ ചേ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നന്നായ പോലെ തന്നെ ലഞ്ച് നന്നായി. ഫിഷ് ഫ്രൈ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ലഞ്ച് കഴിഞ്ഞ് ഇനിയും റെസ്റ്റ് എടുക്കണം. റെസ്റ്റ് എടുത്തിട്ടാണ് അടുത്ത പ്രൊസീജിയേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ റൂം നിങ്ങൾ കണ്ടില്ലല്ലോ, റൂം കാണാവേ കേട്ടോ. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇതാണ് നമ്മുടെ റൂം. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്ന് ഉറങ്ങാം ഇല്ല ചായ? നല്ല സ്പേസ് ഉള്ള റൂമാണ്. എല്ലാത്തിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് കൂടാതെ വേറെ റൂമും ഉണ്ട്. അച്ഛൻ ഉറങ്ങാൻ റെഡിയായി കേട്ടോ. റൂമിൽ നമുക്ക് പാൽപ്പൊടി വന്നിട്ടുണ്ട്, കോഫി പൗഡർ വന്നിട്ടുണ്ട്, ടീ ബാഗ് വന്നിട്ടുണ്ട്, ഷുഗർ ആഡ് ചെയ്യേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഒരു കെറ്റിൽ വന്നിട്ടുണ്ട്. കാപ്പിയോ ചായയോ എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കുടിക്കുകയും ചെയ്യും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിഫ്ലക്സ്. വീണ്ടും കിടന്ന ചായ കാലിലാണ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? കാലിൻ്റെ ഓരോ പോയിന്റിലാണ് മസാജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പൂറ്റി വേദന മാറും, ബ്ലഡ് സർക്കുലേഷൻ നന്നായി വരും. ചായൻ്റെ കാലം ഇങ്ങോട്ട് വരുമ്പോൾ നീരുണ്ടായിരുന്നു, നീര് കുറയും ഇങ്ങനെ ചെയ്താൽ. ഇതും 20 മിനിറ്റാണ്. ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചു ചായ ഉറങ്ങിയോ? കട്ടിൽ മാറി കിടന്നുകൊണ്ട് എനിക്ക് ഉറക്കാൻ പറ്റി. ഞാൻ 12 മണിക്ക് ഫുഡ് കൊണ്ടുപോയില്ലേ, 12 ആയപ്പോൾ അത് എഴുന്നേറ്റ് കഴിച്ചു. ഒന്നും അറിഞ്ഞു പോലും ഇല്ല. കട്ടിൽ മാറി കിടന്ന ഉറക്കം വരത്തില്ല. അതിന് വേറെ റൂൾസ് എടുത്തിട്ടുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 ടൂൾസും കൊണ്ടാണ് ഈ മസാജിങ് നടത്തുന്നത്. അച്ചായ ഇതും കഴിഞ്ഞു. അച്ചായ ഡ്രൈ കപ്പിങ്ങിനാണേ കിടക്കുന്നേ. പെയിൻ വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല. മസിൽസ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫാഷൻ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. അതിന് ഡൈവേഷൻ ഓഫ് മോർബിൾ മാറ്റേഴ്സ്, ലിംഫാറ്റിക് ഡ്രെയിനേജ് ചെയ്യാൻ വേണ്ടി. പതിനൊന്ന് കപ്പ് വെച്ചിട്ടുണ്ട്. ആദ്യം വെച്ച പൊസിഷനിൽ നിന്ന് ഇത് എടുക്കും. ടോട്ടൽ പൊസിഷൻ ചേഞ്ച് ചെയ്ത് 20 മിനിറ്റോളം പോകും. കണ്ടാൽ ഭയങ്കര പെയിൻഫുള്ളായിട്ട് തോന്നും, പക്ഷേ ഇത് ചെയ്യുന്ന ആള് സുഖിച്ച് കിടക്കുക. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. എന്താ കപ്പ് എടുക്കുവാണേ. കഴിഞ്ഞ പരിപാടി.
കപ്പ് മുറുക്കിയിട്ട് തന്നെ വീണ്ടും മസാജ് ഉണ്ട് കേട്ടോ. അച്ചായ മതി ഉറങ്ങി എഴുന്നേക്ക് കഴിഞ്ഞു. ഓ ഇവിടെ അങ്ങ് കിടന്നു വരണ്ട. എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ചെറിയ വേദനയുണ്ട് വേണ്ടിയാണ് അക്യുപഞ്ചർ ചെയ്യുന്നത്. ഇതൊക്കെ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ്. ചെറുതായിട്ടൊന്ന് ശ്വാസം വലിച്ചു പുറത്തേക്ക്. ഓക്കെ, വേദനിക്കുന്നുണ്ടോ? സ്റ്റിമുലേഷൻ ചെയ്യാനായിട്ട് ക്ലിപ്പ് കൊടുത്തേ. അക്യുപഞ്ചർ സ്റ്റിമുലേഷനാണ്. അക്യുപഞ്ചർ കഴിഞ്ഞിട്ട് അച്ഛനെ യോഗയ്ക്ക് കയറ്റി ഒരു നല്ല കുട്ടിയായിട്ട് ചെയ്യുവാണ്. പറഞ്ഞാൽ അനുസരിക്കുമല്ലോ. അച്ഛന് താഴെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബെഡിൽ ഇരുത്തിയിട്ടുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് ആണ്. യോഗ പ്രാക്ടീസ് ചെയ്യോ ഇനി വീട്ടിൽ ചെന്നിട്ട്? ഇത് കാണാതെ പഠിച്ചോ? എന്തിനൊക്കെ ഒന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അവിടെ ഒരു അക്കാദമി തുടങ്ങാം. ഫ്ലെക്സോളജി ചെയ്യാൻ പോവാണ് ഞാൻ. ഈ വീഡിയോ കാണുന്ന പേജും മൈ ലൈഫിൻ്റെ പേജും ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്ത് 2 പേർക്ക് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ 6800 രൂപയുടെ 24 hours പായ്ക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് തരുന്നതാണ്. അത് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങൾക്കോ ഉപയോഗിക്കാം. അടുത്ത 20 ദിവസത്തിനുള്ളിൽ മൈ ലൈഫിൻ്റെ പേജിൽ 15K ആകുമ്പോഴാണ് വിജയിയെ തിരഞ്ഞെടുക്കുന്നത്. ഇന്നത്തെ ലാസ്റ്റ് പരിപാടി കേട്ടാ, ഫിസിയോതെറാപ്പി. റെഗുലറായിട്ട് നീര് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അത് ഫിക്സ് ചെയ്യാം. കാലൊന്നും കയറ്റി വെച്ചിട്ട് പില്ല് വെച്ച് കയറ്റി വെച്ചിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്താൽ നമുക്ക് എക്സസൈസ് അവർ കാണിച്ചു. പേശികൾ ചെറിയ ബലക്കുറവുണ്ട്, അത്രയേ ഉള്ളൂ. കറണ്ടടിക്കുക കേട്ടോ. കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറാനാണ് ചെയ്യുന്നത്. ഡോക്ടർ പറഞ്ഞു ചെറിയ തേയ്മാനത്തിൻ്റെ തുടക്കമാണ്, കൂടുതലായാൽ അത് വലിയ സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരും. കാലിൻ്റെ മുട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്താണിത്? കറണ്ട് കൂട്ടിക്കോ എന്ന് പറയുന്നത്. ഡോക്ടർ അച്ഛൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. സന്തോഷം വന്നോ? അത് ശരിയാണ്, 2 മുട്ടിനുണ്ട്. 2 ഒരേ പ്രായമുള്ള മുട്ടല്ലേ. എത്ര നേരം എടുക്കും? 10 മിനിറ്റ്. 4 മിനിറ്റ് കൂടെ ഉള്ളൂ ബാക്കി. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പേഷ്യൻ്റാണ്. അവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിനോടൊന്നും ആരുമില്ല, ഇവരെ ഏൽപ്പിച്ചേക്കുവാണ്. ഒരേ പ്രായമായതുകൊണ്ട് പണ്ട് എന്തിനാ അച്ഛാ കറണ്ട് അടിപ്പിക്കുന്നത്? എനിക്കറിയത്തില്ല. ഇവര് ടെസ്റ്റ് ചെയ്തപ്പോൾ അച്ഛൻ ഇനി ഭ്രാന്തും എല്ലാം കണ്ടുപിടിച്ചോ. എക്സസൈസ് ചെയ്യിപ്പിച്ചു തുടങ്ങി. 1 2 3 4 5 6 7 8 9 10 തല പൊന്തിക്കണ്ട, വെയിറ്റ് കൊടുക്കുക. കാലിലേക്ക് വെയിറ്റ് കൊടുത്തിട്ട് തല പൊന്തിക്കുക. എണീക്കുന്ന സമയത്ത് ഒരു പോലെ സൗണ്ട് വരുന്നുണ്ട് ഉള്ളിൽ നിന്ന്. തേയ്മാനത്തിന് തുറക്കാണ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തില്ലേ, എങ്ങനെയുണ്ട്? അന്നേരം അറിയാനുണ്ട്. ആ തളർച്ച എല്ലാം മാറി ആണല്ലേ വന്നത്. പിന്നെ പറയാനുമായി നേരത്തെ പോരാൻ പറയും ഇവരോടൊക്കെ. നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് പറയാമല്ലോ. വീണ്ടും റൂമിൽ വെച്ച് കാണാം. ഞങ്ങൾ കിടക്കുന്ന റൂമല്ലാതെ വേറെ റൂമും കൂടെ ഉണ്ട്. ഇതൊരു വില്ല ആയിട്ടാണ് ഇങ്ങനൊരു ഫെസിലിറ്റി ഉള്ളത്. ഫുഡ് നമുക്ക് ഇവിടെ കൊണ്ട് തരും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട് ഇവിടെ. ഇനി അപ്പം വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഡിന്നർ കഴിക്കാൻ പോകും. മൈ ലൈഫ് മെഡിസിറ്റിയുടെ വീഡിയോ കണ്ടു. ഇതൊരു പ്രയോജനപ്പെടുന്ന വീഡിയോ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു കാര്യങ്ങൾക്കും നോ ഇല്ല. ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് ആണ്. എന്താവശ്യപ്പെട്ടാലും യെസ് ഞങ്ങളുണ്ട് നിങ്ങൾക്കൂടെ എന്ന് പറയുന്ന രീതിയിലാണ് ഹോസ്പിറ്റാലിറ്റി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അച്ഛനും ഇഷ്ടപ്പെട്ടു. അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ദിവസത്തെ പരിപാടിയാണ് കാണിച്ചത്. നമ്മുടെ 3-4 ദിവസം ഇവിടെ നിൽപ്പുണ്ട്. നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ച് നശിപ്പിച്ചേക്കാം. ടാറ്റാ ബൈ ബൈ. സമൃദ്ധമായ ഡിന്നറാണ്. എന്താന്ന് നമുക്ക് നോക്കാം. ബട്ടർ ചിക്കൻ ആണ് ഇത്. BDF ഇരിക്കുന്നുണ്ടോ? വെജ്
പൊറോട്ട ഇരിപ്പുണ്ട്, ചപ്പാത്തി ഇരിപ്പുണ്ട്, വൈറ്റ് റൈസ് ആണ്, വെജ് ഹക്ക നൂഡിലാണ് ഇത്, അറബിക് ഡിഷാണ്, ലൂക്കി സലൂണ, ബേഗൻ മസാലയാണ്, വഴുതനങ്ങ കറി, ഓറഞ്ചിന്റെ ക്രഷ് ജ്യൂസ് ആണ്, ഇത് വിത്ത് ഷുഗർ ആണ് കേട്ടോ, ഇത് മിക്സ് ഫ്രൂട്ട് ആണ്, വിത്തൗട്ട് ഷുഗർ ആണ്, പിന്നെ ചൂട് സൂപ്പുണ്ട്, ഡെസേർട്ടുകൾ കുറേ ഇരിപ്പുണ്ട്, പേരക്കയും പൈനാപ്പിളും, വാട്ടർ മിലൻ, പിന്നെ സ്വീറ്റ് ആയിട്ടുള്ള ഷിബാബ് ഉണ്ട്, ചോക്ലേറ്റ് സുഫ്ല എന്ന് പറഞ്ഞ ഒരു ക്രീമി ഡെസേർട്ടും ഉണ്ട്. ഇവിടെയും കുറേ സലാഡുകൾ ഇരിപ്പുണ്ട്, പാസ്തയൊക്കെ വെച്ചിട്ടുള്ള ഒരു സലാഡാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കത്തില്ലേ അതേപോലെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് അച്ഛൻ അറ്റാക്ക് ചെയ്തു. അടിപൊളി ടേസ്റ്റ് കേട്ടോ. കുടിച്ചോ, 33 ഐറ്റം കഴിക്കാനുണ്ട്. അവനവൻ ആവശ്യമുള്ളത് കഴിച്ചാൽ മതി. ഞാൻ കറി കൂടുതൽ കഴിക്കാൻ തീരുമാനിച്ചു. ചാനോ ആ അത് തന്നെയാണ് വേണ്ടത്. വഴുതനങ്ങ മസാല അടിപൊളിയാണെന്നാണ് പറയുന്നത്. ഒന്ന് കഴിച്ചു നോക്കട്ടെ. ക്രീമി മസാല കേട്ടോ, ടേസ്റ്റ്.